നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കക്കാട് അയൽവാസിയെ അടിച്ചുകൊന്നു, അച്ഛനും മക്കളും അറസ്റ്റിൽ. കൊല്ലപ്പെട്ടത് നമ്പ്യാർമുട്ട സ്വദേശി അജയകുമാർ. കൊലപാതകം മലിനജലം ഒഴുക്കിവിട്ടതുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ. മൊറാഴിയിൽ വീട്ടിൽ കവർച്ച, 10 പവൻ സ്വർണവും 15,000 രൂപയും കവർന്നു. മോഷണം വീട്ടിൽ ആൾ താമസമില്ലാതിരുന്ന സമയത്ത്. ജില്ലയിൽ ഈ മാസം നടക്കുന്ന 3ാമത്തെ കവർച്ചാ കേസ്. ആറളത്ത് വീണ്ടും കാട്ടാനകൾ, പ്രദേശവാസികൾ ആശങ്കയിൽ. വനപാലകർ എത്തി ആനകളെ ഫാമിലേക്ക് തുരത്തി. ഇവിടെ ആനകളെത്തുന്നത് ഈ വർഷം 2ാം തവണ. വാർത്തകൾ വിശദമായി. കക്കാട് അയൽവാസിയെ മർദ്ദിച്ചത് കാർ കഴുകിയ മലിനജലം റോഡിലേക്ക് ഒഴുക്കിവിട്ടത് ചോദ്യം ചെയ്തതിന് കക്കാട് ചെട്ടിപ്പിടിക്കാൻ നമ്പ്യാർമുട്ടയിലാണ് ദാരുണ സംഭവം നടന്നത്. 63-കാരൻ അജയ്കുമാറിനെയാണ് അയൽവാസിയായ ദേവദാസും മക്കളും സുഹൃത്തുക്കളും ചേർന്ന് അതിക്രൂരമായി മർദ്ദിച്ചു കൊന്നത്. തടയാൻ ചെന്ന അജയ്കുമാറിന്റെ സുഹൃത്ത് പ്രവീൺ കുമാറിനും പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റ ഇരുവരെയും നാട്ടുകാരാണ് കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത്. അപ്പോഴേക്കും അജയ്കുമാർ മരിച്ചിരുന്നു. ദേവദാസിന്റെ വീട്ടിൽ നിന്നും കാർ കഴുകിയ മലിനജലം റോഡിലേക്ക് ഒഴുക്കിവിടുന്നതിനെ അജയ്കുമാർ ചോദ്യം ചെയ്തതിനെ തുടർന്നുണ്ടായ വാക്കുതർക്കമാണ് മർദ്ദനത്തിലേക്കും അജയ്കുമാറിന്റെ മരണത്തിലേക്കും നയിച്ചത്. സംഭവത്തിൽ ദേവദാസ്, മക്കളായ സഞ്ജയ് ദാസ്, സൂര്യദാസ്, ഇവരുടെ സുഹൃത്ത് ഉൾപ്പെടെ 4 പേർ പോലീസ് കസ്റ്റഡിയിലാണ്. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. വൈശാഖ മഹോത്സവത്തിലെ 4 ആരാധനകളിൽ ആദ്യത്തെ ആരാധനയായ തിരുവോണം ആരാധന 29-ന് നടക്കും. ഇതിനു മുമ്പ് പൂർത്തിയാക്കേണ്ട മണിത്തറയിലെ താൽക്കാലിക ശ്രീകോവിലിന്റെ നിർമ്മാണം പൂർത്തിയായി. ഇതോടെ കൊട്ടിയൂരിലെത്തുന്ന ജനങ്ങളുടെ തിരക്കും വർദ്ധിച്ചു. മഹോത്സവത്തിന് എത്തുന്ന ഭക്തജനങ്ങൾക്ക് അക്കരെ കൊട്ടിയൂരിൽ മണിത്തറയ്ക്ക് സമീപത്തായി പ്രസാദം വിതരണം ചെയ്യുന്നതിനുള്ള പ്രത്യേക സംവിധാനം ഒരുക്കി. ഇത് ഭക്തജനങ്ങൾക്ക് ഏറെ ആശ്വാസമായി. ഉത്സവം തുടങ്ങിയതിനു ശേഷം ആദ്യത്തെ ഞായറാഴ്ചയായ ഇന്നലെ സാമാന്യം ഭേദപ്പെട്ട തിരക്കാണ് അനുഭവപ്പെട്ടത്. ഈ തിരക്ക് കണക്കിലെടുത്താണ് കഴിഞ്ഞ ദിവസം നടന്ന അടിയന്തര യോഗത്തിൽ പ്രസാദ വിതരണത്തിന് കൂടുതൽ സൗകര്യം ഏർപ്പെടുത്തുന്നതിനായി തീരുമാനമുണ്ടായത്. പുതിയ പ്രസാദ കൗണ്ടർ വന്നതോടെ മണിത്തറയിൽ ദർശനത്തിനുണ്ടാവുന്ന തിരക്ക് വലിയ തോതിൽ കുറയ്ക്കാനും സാധിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ലോക എമർജൻസി ദിനത്തോടനുബന്ധിച്ച് ശ്രീചന്ദ് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ എമർജൻസി വീക്ക് എന്ന പേരിൽ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. പൊതുജന ബോധവൽക്കരണം മുൻനിർത്തിയാണ് എമർജൻസി വീക്കായി ആചരിക്കുന്നത്. കക്കാട് KSEB ജീവനക്കാർക്കുള്ള പ്രിവിലേജ് കാർഡ് വിതരണവും നടന്നു. കാഷ്വാലിറ്റിയായി മാത്രം വളരെ പരിമിതമായ ചുറ്റുപാടിൽ നിന്നുകൊണ്ടാണ് ശ്രീചന്ദ് എന്ന ഹോസ്പിറ്റൽ ഇന്ന് ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർന്നിരിക്കുന്നത്. ഒരു രോഗിക്ക് ആവശ്യമുള്ള ഏതുതരം അത്യാവശ്യ ഘട്ടങ്ങളെയും തരണം ചെയ്യാൻ ലോകോത്തര നിലവാരത്തിലുള്ള ട്രീറ്റ്മെന്റുകളാണ് ഇന്ന് ഇവിടെ ഉള്ളത്. 4 എമർജൻസി സർട്ടിഫൈഡ് സ്പെഷ്യലിസ്റ്റ്, ഒപ്പം 14ഓളം വെൽ ട്രീറ്റ് ഡോക്ടേഴ്സും 30ഓളം സ്റ്റാഫും ഉണ്ട്. കൂടാതെ 24 മണിക്കൂറും 7 ദിവസങ്ങളിലും പ്രവർത്തിക്കുന്ന എമർജൻസി സർവീസും ആംബുലൻസ് സർവീസും ഇവിടെ ലഭ്യമാണ്. 4ഓളം എമർജൻസി ടെക്നീഷ്യൻസും ഈ ടീമിന്റെ ഭാഗമാണ്. 24 മണിക്കൂറും പ്രവർത്തന കാത്ത് ലാബും സ്ട്രോക്ക് കെയർ യൂണിറ്റും ഇവിടെ നിലവിലുണ്ട്. കൂടാതെ വിഷചികിത്സ സംബന്ധമായ പ്രശ്നങ്ങളും ഇവിടെ ഭേദപ്പെടുത്തുന്നുണ്ട്. ഇത്തവണത്തെ എമർജൻസി ദിനത്തോടനുബന്ധിച്ച് എമർജൻസി വീക്കിൽ പൊതുജന ബോധവൽക്കരണം ആണ് പ്രധാന അജണ്ട. ഇത്തരമൊരു പരിശീലനം ലഭിച്ചിട്ടില്ലാത്ത ഒരാൾ നാം കാണുന്നത് വെറും കാഴ്ചക്കാരായി നോക്കി നിൽക്കുക എന്നതാണ്. പലപ്പോഴും പറ്റുമെങ്കിൽ ഒരു ഫോട്ടോയോ വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കും. പക്ഷേ വൈദ്യശാസ്ത്രം പറയുന്നത് ഒരു അപകടം പറ്റിക്കഴിഞ്ഞാലുണ്ടാവുന്ന ആദ്യത്തെ ഏതാനും നിമിഷങ്ങൾ ഇത്തരം സംഭവിക്കുന്ന ഒരാളുടെ ജീവൻ രക്ഷിക്കാവുന്ന ഗോൾഡൻ അവേഴ്സ്. ആ സമയത്ത് നിങ്ങൾ ഇത്തരം ഒരു പരിശീലനം നേടിയിട്ടുണ്ടെങ്കിൽ, ഇത്തരമൊരു പ്രാഥമികമായ ശുശ്രൂഷ നിങ്ങൾ ആരംഭിക്കുകയാണെങ്കിൽ വളരെയേറെ ജീവനുകൾ നമുക്ക് രക്ഷിക്കാൻ കഴിയും. എന്തുകൊണ്ട് CPR വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നത് KSEB-യേക്കാൾ കൂടുതൽ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കാൻ വേറാതാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. എല്ലാ ദിവസവും നിങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലം എന്നത് ഇലക്ട്രിസിറ്റി ആണെന്നുള്ളത് വളരെ ശ്രദ്ധയോടും വളരെ കരുതലോടും കൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്നുള്ളത് കൊണ്ട് സാധാരണ രീതിയിൽ അതിനൊരു ബേസിക് ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശ്രീചന്ദ് ഇത്രയും കാലത്തിനിടെ കഴിഞ്ഞ 2-3 വർഷത്തിനിടെ
ഒരു ഏകദേശം 30,000-ന് മേലെ ആൾക്കാർക്ക് ഈ CPR ട്രെയിനിങ് പ്രോഗ്രാം കൊടുത്തു കഴിഞ്ഞു എന്നതിൽ എനിക്ക് വളരെ സന്തോഷമാണ്. ഇന്ന് KSEB കക്കാട് ജീവനക്കാർക്കാണ് ബോധവൽക്കരണ ക്ലാസ് നടത്തിയത്. മറ്റു നിരവധി ക്ലാസുകളും കണ്ണൂരിലെ പല മേഖലകളിലായി ഈ ഹോസ്പിറ്റലിൽ നൽകി വരുന്നുണ്ട്. നമസ്കാരം, ഞാൻ KSEB ആണ്. അതായത് മുണ്ടയാട് ലൈൻ മെയിൻ്റനൻസ് സബ് ഡിവിഷനിലെ നമ്മളെ സ്റ്റാഫ് ഇന്ന് ഇവിടെ ശ്രീചന്ദ് ഹോസ്പിറ്റലിലേക്ക് വന്നിട്ടുണ്ട്. നമുക്ക് BLS അതായത് ബേസിക് ലൈഫ് സപ്പോർട്ടിനെ പറ്റി നല്ല രീതിയിലൊരു ക്ലാസ് ഇന്ന് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇന്ന് എമർജൻസി വീക്കിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഈ ഒരു ക്ലാസ് അറേഞ്ച് ചെയ്തത്. എന്തായാലും നമ്മളെ എല്ലാ സ്റ്റാഫിനും ഇത് നല്ലൊരു രീതിയിൽ നമുക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ശ്രീചന്ദ് ഹോസ്പിറ്റലിനെ ലൈൻ മെയിൻ്റനൻസ് സബ് ഡിവിഷൻ്റെ പേരിൽ ഒരു പ്രത്യേക നന്ദി ഞാൻ ഈ വേളയിൽ അറിയിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ അബില, HOD ഇൻചാർജ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എമർജൻസി ശ്രീചന്ദ് ഹോസ്പിറ്റൽ. ഇന്ന് മെയ് 27 ലോക എമർജൻസി ദിനം. അതുമായിട്ടനുബന്ധിച്ച് ഞങ്ങൾ ഒരു എമർജൻസി വീക്ക് സെലിബ്രേഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം എമർജൻസി വീക്ക് സെലിബ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ പലപ്പോഴും കാഷ്വാലിറ്റി എന്ന് പണ്ട് അറിഞ്ഞുകൊണ്ടിരുന്ന ഒരു സംവിധാനം, പണ്ട് പേഷ്യൻസ് എന്തെങ്കിലും ഒരു എമർജൻസി ആയിട്ട് വരുന്ന സമയത്ത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റും കെയറും മാത്രമേ നമുക്ക് കൊടുക്കാൻ പറ്റിയിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ എമർജൻസി ആയിട്ട് വരുന്ന പേഷ്യൻസിൻ്റെ ഡെത്ത് റേറ്റും ഭയങ്കര കൂടുതലായിരുന്നു. അവരുടെ മരണനിരക്ക് നല്ല രീതിയിൽ കൂടുതലായിരുന്നു. അതിനുള്ള പ്രശ്നം നേരത്തെ ഉണ്ടായിരുന്നത് ഒരു നല്ല സജ്ജീകരണം, ഒരു നല്ലൊരു ഡിപ്പാർട്ട്മെൻറ്റ് പണ്ട് ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒരു 10 വർഷത്തിൽ മേലെയായിട്ട് ഇന്ത്യയിൽ എല്ലാവിധ അത്യാധുനിക സജ്ജീകരണങ്ങളോട് കൂടിയുള്ള എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റുകൾ ഇന്ത്യയിൽ അവൈലബിൾ ആണ്. അതിൽ അത്യാധുനികമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഉൾപ്പെടുന്ന ഒരു എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റാണ് ശ്രീചന്ദിനുള്ളത്. സ്വയരക്ഷയ്ക്കും പരിരക്ഷയ്ക്കുമായുള്ള നീന്തൽ ബോധവൽക്കരണ സന്ദേശമുയർത്തി ചാൾസൺ സ്വിമ്മിംഗ് അക്കാദമി രാമന്തളി ഏറൻപുഴയിൽ ജല അപകട രക്ഷാപ്രവർത്തന പരിശീലനം സംഘടിപ്പിച്ചു. ജല അപകടങ്ങളിൽ രക്ഷകരാകാൻ 30ഓളം പേർ പരിശീലനത്തിൽ പങ്കാളിയായി. പയ്യന്നൂർ DYSP A. ഉമേഷ് ജലോപരിതലത്തിൽ ഫ്ലോട്ട് ചെയ്ത് കിടന്നാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. തെരഞ്ഞെടുക്കപ്പെട്ട 30ഓളം പേർക്കാണ് ഉപകരണങ്ങളുടെ സഹായമില്ലാതെ രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാനുള്ള പരിശീലനം നൽകിയത്. ആയാസരഹിത ദീർഘദൂര നീന്തലിന് സഹായകമാവുന്ന വിധത്തിൽ ജലോപരിതലത്തിൽ പൊന്തിക്കിടന്ന് വിശ്രമിക്കാനുള്ള കഴിവ് നൽകുന്ന പ്ലോട്ടിങ്ങിലൂടെയാണ് പരിശീലനം ആരംഭിച്ചത്. പരിശീലനം പൂർത്തിയാക്കിയവർക്കുള്ള മെഡൽ വിതരണം പയ്യന്നൂർ DYSP നിർവഹിച്ചു. ചാൾസൺ ഏഴുമല നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. മഹാകവി P.യുടെ കവിതകൾക്ക് ജീവിച്ചിരിക്കുമ്പോൾ ഉള്ളതിനേക്കാൾ പ്രശസ്തിയും സ്വാധീനശക്തിയും ഇന്ന് ഉണ്ടെന്ന് K. ജയകുമാർ IAS. മഹാകവി P. സ്മാരക ട്രസ്റ്റിൻ്റെയും കൂടാളി ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ മഹാകവി P. അനുസ്മരണവും പുരസ്കാര സമർപ്പണവും കൂടാളി ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ വെച്ച് ഈ വർഷത്തെ P. സ്മാരക കവിത്വ പുരസ്കാര ജേതാവായ ദിവാകരൻ വിഷ്ണുമംഗലത്തിന് ട്രസ്റ്റ് ചെയർമാൻ കൂടിയായ K. ജയകുമാർ IAS പുരസ്കാരവും മൊമന്റോയും നൽകി ആദരിക്കുകയും ഡോക്ടർ വിജയൻ ചാലോടിന്റെ ഉടഞ്ഞു ചിതറിയ നിലക്കടല ഭരണി എന്ന പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം നിർവഹിക്കുകയും ചെയ്തു. എന്നുള്ളതാണ് ആ നിത്യ വിസ്മയം എന്നൊക്കെ നമ്മൾ കവിയെ വിവരിക്കുമ്പോൾ അതിനകത്ത് പന്ത്രണ്ടീനമായി നമ്മൾ വിട്ടുപോയിട്ട് 46 വർഷം കഴിഞ്ഞ ഒരു കവിയെ കുറിച്ച് ഇപ്പോഴും നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. മരണാനന്തരം 46 വർഷം സജീവനായി നിൽക്കുക, ഓരോ വർഷം കഴിയുന്നതോറും ആ സജീവിതത്വം, ആ സജീവത അല്ലെങ്കിൽ ആ ഒരു പ്രസക്തി വളർത്തിക്കൊണ്ടിരിക്കുക എന്നത് ഒരുപക്ഷെ കുഞ്ഞിരാമൻ നായർക്ക് മാത്രം അവകാശപ്പെട്ട ഒരു അനുഗ്രഹമാണ്. എന്തുകൊണ്ട് ഇങ്ങനെ എന്നൊരു ചോദ്യം മാത്രമേ ഞാനിന്ന് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കും. എന്തുകൊണ്ട് P. അനന്യനും വ്യത്യസ്തരുമായി നിൽക്കും? എന്തുകൊണ്ടാണ് ഓരോ വർഷം കഴിയുമ്പോഴും B. കുഞ്ഞിരാമൻ നായരുടെ കവിതയ്ക്ക് കൂടുതൽ വായനക്കാരും കൂടുതൽ ആരാധകരും കൂടുതൽ ഗവേഷകരും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്? ഒരുപക്ഷെ ജീവിച്ചിരുന്ന കാലത്ത് ഉണ്ടായിരുന്നതിനേക്കാൾ പ്രശസ്തരും സ്വാധീന ശക്തിയുള്ളതുമായ ഒരു കവിയാണ് ഇത് B. കുഞ്ഞിരാമൻ. പ്രൊഫസർ B. മുഹമ്മദ് അഹമ്മദ് പുസ്തകം സ്വീകരിച്ചു. OM ദിവാകരൻ പുസ്തക പരിചയം നടത്തി. അവാർഡ് ജേതാവ് ദിവാകരൻ വിഷ്ണുമംഗലം, കൂടാളി HS പ്രിൻസിപ്പൽ റീന ഭാസ്കർ, ഹെഡ്മാസ്റ്റർ KV മനോജ്, T. ഉണ്ണികൃഷ്ണൻ, വിജയൻ ചാലോട് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഇടവേളക്കുമ്പോൾ പ്രധാന വാർത്തകൾ വീണ്ടും. കക്കാട് അയൽവാസിയെ അടിച്ചുകൊന്നു, അച്ഛനും മക്കളും അറസ്റ്റിൽ. കൊല്ലപ്പെട്ടത് നമ്പ്യാർമുട്ട സ്വദേശി അജയകുമാർ. കൊലപാതകം മലിനജലം ഒഴുക്കിവിട്ടതുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ.
മൊറാഴിയിൽ വീട്ടിൽ കവർച്ച 10 പവൻ സ്വർണവും 15,000 രൂപയും കവർന്നു. മോഷണം വീട്ടിൽ ആൾ താമസമില്ലാതിരുന്ന സമയത്ത് ജില്ലയിൽ ഈ മാസം നടക്കുന്ന 3ാമത്തെ കവർച്ചാ കേസ്. ആറളത്ത് വീണ്ടും കാട്ടാനകൾ. പ്രദേശവാസികൾ ആശങ്കയിൽ. വനപാലകർ എത്തി ആനകളെ ഫാമിലേക്ക് തുരത്തി. ഇവിടെ ആനകളെത്തുന്നത് ഈ വർഷം 2ാം തവണ. കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിങ് ആൻഡ് കോസ്മെറ്റോളജി കോളേജ് GITDയിൽ SSLC+2 കഴിഞ്ഞവർക്ക് ഉടൻ ജോലി ലഭിക്കുന്ന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ്, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ്. കോസ്മെറ്റോളജി രംഗത്ത് ഏറ്റവും മികവുറ്റ കോഴ്സുകളുമായി GITD 17ാം വർഷത്തിലേക്ക്. 100% പ്രാക്ടിക്കൽ ഓറിയന്റഡ് ട്രെയിനിങ്, ഏറ്റവും പുതിയ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള പഠനം, പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പരിശീലനം, മിതമായ ഫീസ്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ്. എല്ലാ വർഷവും നടന്നുവരുന്ന ഡിസൈനർ ഷോ GITDയുടെ മാത്രം പ്രത്യേകതയാണ്. GITD വനിതകളുടെ വിജയത്തിന്റെ വഴികാട്ടി. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഷോറൂം 5 നിലകൾ, 10,000 സ്ക്വയർ ഫീറ്റ് പാർക്കിംഗ്. മൈജി ഫ്യൂച്ചർ കണ്ണൂർ താണയിൽ. ഹോം അപ്ലയൻസ്, ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ, കിച്ചൺ അപ്ലയൻസ് എന്നിവയുടെ കണ്ണു തള്ളുന്ന കളക്ഷൻ, കണ്ണു തള്ളുന്ന വിലക്കുറവിലും ഓഫറുകളിലും. കണ്ണു തള്ളുന്ന ഷോപ്പിംഗ് എക്സ്പീരിയൻസുമായി മൈജിയുടെ ബിഗ്ഗസ്റ്റ് ഫ്യൂച്ചർ ഷോറൂം കണ്ണൂർ താണയിൽ. നമ്മുടെ കണ്ണൂരിന്റെ ഫ്യൂച്ചർ ഇനി വേറൊരു റേഞ്ച് ആവുകയാണ്. ഹോം അപ്ലയൻസസിന്റെയും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിന്റെയും ഇതുവരെ കാണാത്ത കളക്ഷനുമായി മൈജി ഫ്യൂച്ചർ ഇപ്പോൾ കണ്ണൂർ താണയിൽ. കണ്ണൂരിന്റെ കണ്ണു തള്ളും. ആഘോഷങ്ങൾ എന്നും ഓർമ്മിക്കപ്പെടേണ്ടവയാണ്. അതിനെ മനോഹരമാക്കാൻ ലോകം അംഗീകരിച്ച റെസ്പോൺസിബിൾ ജ്വല്ലറായ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന സ്വർണ്ണ വിസ്മയം. വരൂ, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നേതാജി റോഡ് ഷോറൂമിൽ നിന്നും ന്യൂ ബസ് സ്റ്റാൻഡ് താവക്കരയിലെ നവീകരിച്ച ഈ സ്വർണ്ണ ശേഖരത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ലോകോത്തര നിലവാരമുള്ള ഷോപ്പിംഗ് അനുഭവത്തിനൊപ്പം 2% മുതൽ മേക്കിംഗ് ചാർജിൽ തുടങ്ങുന്ന ആഭരണങ്ങളുടെ ഏറ്റവും വലിയ നിര. കൂടാതെ മനസ്സിനിണങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ ലളിതമായ തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കാൻ ഗോൾഡൻ ബ്ലൂം, ഗോൾഡൻ ഗ്ലോ സ്കീമുകൾക്കൊപ്പം വിലയുടെ വെറും 3% മാത്രം നൽകി അഡ്വാൻസ് ബുക്ക് ചെയ്യാനുള്ള സൗകര്യമൊരുക്കി എല്ലാ ഞായറാഴ്ചകളിലും നിങ്ങൾക്കായി തുറന്നു പ്രവർത്തിക്കുന്നു മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. വാർത്തകൾ തുടരുന്നു. തളിപ്പറമ്പ് 5ാം പീടികയിൽ വീട് കുത്തിത്തുറന്ന് മോഷണം. 10 പവനും 15,000 രൂപയും കവർന്നു. കുന്നിൽ ശശിധരന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. 4 ദിവസമായി വീട്ടിൽ ആൾ താമസം ഉണ്ടായിരുന്നില്ല. പോലീസ് കേസെടുത്തു. അന്വേഷണം ആരംഭിച്ചു. ജില്ലയിൽ ഇപ്പോൾ കവർച്ച പതിവായിരിക്കുകയാണ്. ജാഗ്രത പാലിക്കണമെന്ന് പോലീസ് മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. വീട്ടുകാർ ക്ഷേത്ര ദർശനത്തിന് പോയ സമയത്താണ് പൂട്ടിയിട്ട വീട് കുത്തിത്തുറന്ന് 10 പവന്റെ ആഭരണങ്ങളും 15,000 രൂപയും കവർന്നത്. മൊറാഴ 5ാം പീടികയിലെ കുന്നിൽ ഹൗസിൽ ശശിധരന്റെ വീട്ടിലാണ് കവർച്ച നടന്നത്. ഇക്കഴിഞ്ഞ 23-ന് വ്യാഴാഴ്ച വീട്ടുകാർ കുടുംബസമേതം കൊല്ലൂർ മൂകാംബിക ക്ഷേത്ര ദർശനത്തിന് പോയിരുന്നു. ഇന്നലെ രാത്രി 10:30 തിരിച്ചെത്തിയപ്പോഴാണ് കവർച്ച നടന്നത് കണ്ടത്. മുകളിലത്തെ നിലയിലെ വാതിൽ കുത്തിത്തുറന്ന് അകത്തേക്ക് കയറിയ മോഷ്ടാവ് താഴത്തെ നിലയിലെ കിടപ്പുമുറികൾ കുത്തിത്തുറന്ന് അലമാരിയിൽ സൂക്ഷിച്ച 10 പവന്റെ ആഭരണങ്ങളും 15,000 രൂപയുമാണ് കവർന്നത്. കവർച്ച നടന്നത് ശ്രദ്ധയിൽപ്പെട്ട വീട്ടുകാർ തളിപ്പറമ്പ് പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് വീട്ടുടമയുടെ മകൻ അമൽ ശശിധരന്റെ പരാതിയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്.
വളപട്ടണം ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്ര കമ്മിറ്റി ആദരവ് എന്ന പേരിൽ പത്മശ്രീ അവാർഡ് നേടിയ നാരായണ പെരുവണ്ണനെയും അക്കാദമി അവാർഡ് നേടിയ കുഞ്ഞിരാമൻ പെരുമലിനെയും ആദരിച്ചു. KV സുമേഷ് MLA ഉദ്ഘാടനം ചെയ്തു. വളപട്ടണം മുച്ചിലോട്ടുകാവിൽ തിരുമുടി ശിരസിൽ ഏറ്റുന്ന സമയത്താണ് പത്മശ്രീ പുരസ്കാരം നാരായണ പെരുവണ്ണനെ തേടിയെത്തുന്നത്. അതുപോലെ തന്നെയാണ് ഫോക്ലോർ അക്കാദമി ഫെലോഷിപ്പ് ലഭിച്ച കുഞ്ഞിരാമ പെരുമലയനും. ഇതൊന്നും ആരുടെയെങ്കിലും സ്വാധീന ഫലമായി ലഭിച്ചതല്ലെന്നും ചെറുപ്രായത്തിൽ തന്നെ ദൈവസന്നിധിയിൽ ജീവിതം മാറ്റിവെച്ചതിന്റെ ഫലമാണ് ഇന്ത്യയിലെ തന്നെ പരമോന്നത ബഹുമതിയായ പത്മശ്രീ പുരസ്കാരവും ഫെലോഷിപ്പും നേടാനായത് എന്ന് KV സുമേഷ് MLA പറഞ്ഞു. തുടക്കത്തിലാണ് അദ്ദേഹം അതിൻ്റെ വ്രതാനുഷ്ഠാനങ്ങൾ എടുത്ത് തയ്യാറായിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് അദ്ദേഹത്തിന് രാജ്യത്തിൻ്റെ പരമോന്നതമായ പത്മശ്രീ പ്രഖ്യാപനം ഉണ്ടാകുന്നത്. അത് രാത്രി ഞങ്ങളെല്ലാം അദ്ദേഹത്തെ കാണാനും അഭിനന്ദിക്കാനും ഇവിടെ എത്തിച്ചേർന്നത്. തൻ്റെ ജീവിതത്തിൽ ഏറ്റവും ശക്തമായി ആ മേഖലയിൽ അദ്ദേഹം നടത്തിയ ഡെഡിക്കേഷൻ, അർപ്പണബോധത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയൊക്കെ ഭാഗമായി അദ്ദേഹം നേടിയെടുത്ത ഒരു ആദരവാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ നാടിന് അഭിമാനമായി മാറിയ ഫോക്ലോർ അക്കാദമിയുടെ പുരസ്കാരം നേടിയിട്ടുള്ള ശ്രീ കുഞ്ഞിരാമൻ പെരുമലയെ അദ്ദേഹം എത്രയോ കാലമായി നമ്മുടെ ക്ഷേത്രങ്ങളും തെയ്യങ്ങളും കാവുകളും എല്ലാം ബന്ധപ്പെട്ടുകൊണ്ട് തൻ്റെ ജീവിതം അതിനു വേണ്ടി സമർപ്പിച്ച ആദരണീയനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ആദരം എന്ന ചടങ്ങിൽ തന്റെ പ്രതിനിധിയായാണ് പങ്കെടുപ്പിക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. എന്നാൽ ചടങ്ങിൽ നേരിട്ടെത്തി ഈ അംഗീകാരത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ കഴിഞ്ഞുവെന്നും വലിയ രാജ ഉത്രട്ടാതി തിരുനാൾ KC രാമവർമ്മ പറഞ്ഞു. സാധാരണയായി ഇവിടെ ഭഗവതി കെട്ടിയാടിക്കുമ്പോഴാണ് ഒരു ചടങ്ങ് എന്ന രീതിയിൽ ഞാനോ എൻ്റെ പ്രതിനിധിയോ വരാറുള്ളത്. എന്നാൽ ഇന്ന് വേഷം അഴിച്ചു വെച്ചുള്ള ഒരു സാക്ഷാൽ കലാകാരൻ. ക്ഷേത്ര കമ്മിറ്റി നൽകിയ അംഗീകാരം തങ്ങളുടെ ജീവിതത്തിന്റെ ഇതുവരെയുള്ള കാലയളവിലെ ഏറ്റവും സന്തോഷകരമായ നിമിഷമാണെന്നും നാരായണ പെരുമണ്ണാനും കുഞ്ഞിരാമ പെരുമലയനും പറഞ്ഞു. അത് അമ്മയുടെ ഒരു കടാക്ഷത്തെ പറയാൻ പറ്റും. തമ്പുരാൻ ഇവിടെ പള്ളിമാടത്തിൽ വന്നാൽ ഭഗവതി പോയാൽ അവിടെ ഇരിക്കട്ടെ എന്ന് ചോദിക്കണം. ഭഗവതി പോയാലും ഞാനവിടെ ഇരിക്കട്ടെ, അവിടുത്തെ സമ്മതം കിട്ടാൻ മാത്രമേ ഇരിക്കാൻ പറ്റൂ. പക്ഷെ ഇപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നമ്മുടെ വളപട്ടണം മുച്ചിലോട്ടുകാവിൻ്റെ പേര് ഇന്ന് ഭാരതത്തിൻ്റെ താളുകളിൽ എഴുതി വെച്ചു. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ നമസ്കാരം. വളരെ ചെറിയ പ്രായത്തിൽ 9-ാം വയസ്സിലാണ് എൻ്റെ അരങ്ങേറ്റം ഈ തിരുമുറ്റത്ത് ആദ്യം വിഷ്ണുമൂർത്തിൻ്റെ ഒരു കലശം വെച്ചത്. അതിനുശേഷം ഇവിടെ നിന്ന് അങ്ങോട്ട് പല ക്ഷേത്രങ്ങളിലും ഞാൻ തെയ്യം അങ്ങനെയിലെ വർഷങ്ങളായി വളപട്ടണം മുച്ചിലോട്ടുകാവിലെ ഉത്സവത്തിന് തിരുമുടി അണിയുന്ന നാരായണ പെരുവണ്ണാനും വിഷ്ണുമൂർത്തി കെട്ടിയാടുന്ന കുഞ്ഞിരാമൻ പെരുമലയനെയും ആദരിക്കാനും അംഗീകാരം നൽകാനും കഴിഞ്ഞതും ധന്യനിമിഷമാണെന്ന് ക്ഷേത്ര കമ്മിറ്റി സെക്രട്ടറി ഷാജി പറഞ്ഞു. പത്മശ്രീ പുരസ്കാര ജേതാവ്, അതായത് നാരായണ പെരുവണ്ണൻ സമുദായത്തിന് ലഭിക്കുന്ന ഏറ്റവും വലിയ അംഗീകാരം. ശ്രീ നാരായണ പെരുവണ്ണൻ അന്ന് തിരുമുടി ശിരസിൽ ഏറ്റിയ സമയത്താണ് അങ്ങക്ക് പത്മശ്രീ പുരസ്കാരം തേടിയെത്തിയത്. അതെ, ഇന്ന് തുടങ്ങിയ സമയത്ത് ഇന്നിപ്പോൾ ഇവിടെ അമ്മയുടെ പ്രതിഷ്ഠാ ദിനമാണ്. ഇന്ന് ക്ഷേത്ര കമ്മിറ്റി അങ്ങേ ആദരിക്കുന്നു. അതിൽ എങ്ങനെയുണ്ട്, എന്തൊക്കെയാണ് അതിൻ്റെ? അന്ന് ആദരവ് തന്നിട്ടുണ്ടെങ്കിലും പിന്നെ ഈ മുച്ചിലോട്ടുകാവിൽ നമ്മളെ കളിയാട്ടത്തിന് വന്ന് ആദ്യത്തെ ദിവസം തോറ്റം കഴിഞ്ഞ് ആ സമയത്താണ് ഈ വിവരം അറിയുന്നത്. അപ്പോൾ അന്ന് ഒരുപാട് ആദരവുകൾ തന്നിട്ടുണ്ടെങ്കിലും ഇന്നിപ്പം നമ്മുടെ അമ്മയുടെ പ്രതിഷ്ഠാ ദിനമാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ചിട്ട് ഇന്നിപ്പോൾ ഇവിടെ നമ്മളെ എല്ലാ അടിയന്തരങ്ങളും ഉണ്ട്. അതിൻ്റെ നരപ്രഭൂതിൻ്റെ കലശമുണ്ട്, വിഷ്ണുമൂർത്തിൻ്റെ തോറ്റമുണ്ട്, അതിലെ അരങ്ങലടി യന്ത്രം, മേലേരി കയ്യേക്കൽ, ഇതെല്ലാം ഉണ്ട്. അപ്പോൾ ഈ സമയത്ത് ആണ് നമുക്ക് ഇന്നിപ്പം ഇവരെ ഈ പിന്നെ ക്ഷേത്ര സ്ഥാനികന്മാരും മുരാളന്മാരും എല്ലാവരും ചേർന്നിട്ട് നമുക്ക് തന്ന ഒരു സ്വീകരണം, അതിന് നമുക്ക് എന്താണെന്ന് പറയേണ്ട അത്രയും വലിയൊരു സന്തോഷം അറിയിക്കുന്നതാണ്. അങ്ങ് ചെറിയ പ്രായത്തിൽ തന്നെ വിഷ്ണുമൂർത്തി തെയ്യം ഇതേമാതിരിയുള്ള കെട്ടിയാടിയിട്ടുള്ളതാണ്. അങ്ങേ തേടിയിട്ടിപ്പോൾ ഇവിടെ ഫെലോഷിപ്പ് എത്തി, അതായത് ഫോക്ലോർ അക്കാദമിയുടെ ഫെലോഷിപ്പ് കിട്ടിയത്. അതിൽ അങ്ങ് സന്തുഷ്ടനല്ലേ? തീർച്ചയായിട്ടും. അത് ഈ അമ്മയുടെ തടിയിലാണല്ലോ ഞാൻ ആദ്യം കിട്ടിയത്.
അതിനുശേഷം പല സ്ഥലത്തും പല തെയ്യം കെട്ടാനുള്ള അവസരവും ഇതൊക്കെ കിട്ടിയിട്ട് ഗവൺമെൻറ് പരിപാടിയിലെല്ലാം അങ്ങനെ ഈ പിന്നെ നമ്മുടെ ദേശത്തും അതിന് വിദേശത്തും ഒക്കെ അങ്ങനെ പരിപാടി തെയ്യം അനുഷ്ഠാനപരമായിട്ട് ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിന് മുമ്പേ സംഗീതാട അക്കാദമിൻ്റെ അവാർഡ് കിട്ടിയിട്ടുണ്ട് 85 ഏഷ്യാഡോടനുബന്ധിച്ചില്ലേ അങ്ങനെയുള്ള സംരംഭത്തിൽ. പിന്നെ ഈ ഫോക്ലോർ അക്കാദമീൻ്റെ അവാർഡും കിട്ടിയിട്ടുണ്ട്. അതും ഈ 2008 പിന്നെ ഇപ്പോൾ കിട്ടിയതാണ് ഈ അവാർഡ്. അതെ 2022 ഫെലോഷിപ്പ് ഫോക്ലോർ അക്കാദമിയുടെ. വളരെയധികം സന്തോഷമുണ്ട്. ഈ ജഗദംബികൻ്റെ ഈ ഭൂമിയിൽ വെച്ച് തന്നെ നമുക്ക് ഇങ്ങനെയുള്ള ആദരവ് ഇവിടെ ഈ ക്ഷേത്രശന്മാരും ഊരാളന്മാരും നാട്ടുകാരൊക്കെ തരുന്നത് അങ്ങേയറ്റം സന്തോഷമുള്ള കാര്യമാണ്. നാരായണ പെരുവണ്ണാനും രാമൻ പെരുവലയാണ് രണ്ടാളെന്ന് പറഞ്ഞാൽ അതുല്യ പ്രതിഭകളാണ്. നമ്മളെല്ലാം ചെറുപ്പത്തിലേ ഇവർ രണ്ടാളും ഇവിടെ പിന്നെ നാരായണ പെരുവണ്ണൻ എന്ന് പറഞ്ഞാൽ തമ്പുരാട്ടി അമ്മേനെ കെട്ടുന്ന ആളാണ്. തമ്പുരാട്ടി അമ്മേൻ്റെ മുഖം നമുക്കിപ്പം നാരായണ പെരുവണ്ണാൻ്റെ മുഖം ഉണ്ടാവുക. തമ്പുരാട്ടി അമ്മ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നാരായണ പെരുവണ്ണ മുഖം. അത് വെച്ച് തന്നെ രാമപെരുവലയാണ്. രാമപെരുവലൻ എന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിലേ ഇവിടെ എനിക്ക് തോന്നുന്നു രാമപെരുവലൻ ആദ്യമായിട്ട് വിഷ്ണുമൂർത്തിനെ കെട്ടിയത് നമ്മളെ കാവിലാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ തോന്നുന്നു. പിന്നെ രണ്ടുപേരെന്ന് പറഞ്ഞാൽ വളപട്ടണം മുച്ചിലോട്ട് ആവുമായിട്ട് വളരെ അങ്ങനെയുള്ളൊരു ബന്ധം ഉണ്ടാക്കും. ഇവിടെ ശിരസിൽ തിരുമുടിയേറ്റി ദൈവങ്ങളായി ഉറഞ്ഞാടുമ്പോഴും നമ്മെപ്പോലുള്ള ഓരോരുത്തരുടെയും ഭക്തി വിശ്വാസങ്ങളാണ് ഇവരുടെ ചൈതന്യം. ക്യാമറമാൻ രഞ്ജിത്തിനൊപ്പം ജയദേവൻ, സിറ്റി ന്യൂസ്, കണ്ണൂർ. ഏച്ചൂർ കാനച്ചേരി അംഗനവാടിയുടെ 13ാമത് വാർഷികാഘോഷ പരിപാടികൾ സമാപിച്ചു. സമാപന സമ്മേളനവും സമ്മാനദാനവും സംസ്ഥാന പുരാവസ്തു പുരാരേഖാ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ പ്രിയപ്പെട്ട മക്കളുടെ മനസ്സിൽ അവരുടെ ചിന്തയിൽ ദർശനത്തിൽ കാഴ്ചപ്പാടിൽ സമഭാവനയും സ്നേഹവും സൗഹൃദവും സ്നേഹാദരങ്ങളും ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സൽക്കർമ്മത്തിന് രൂപഭാവന നൽകുന്ന കൂട്ടായ്മയാണ് നമ്മുടെ അംഗൻവാടികളിലൂടെ സാമൂഹ്യമായി ലഭിക്കുന്നത്. മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ അനിഷ അധ്യക്ഷത വഹിച്ചു. വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി 2 ദിവസങ്ങളിലായി നടന്ന വിവിധ മത്സര പരിപാടികളിലെ വിജയികൾക്കും LSS, SSLC, +2 ഇൻസ്പയർ അവാർഡ് വിജയികളായ പൂർവ്വ വിദ്യാർത്ഥികൾക്കും സമ്മാനങ്ങൾ വിതരണം ചെയ്തു. മൗവഞ്ചേരി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പി ചന്ദ്രൻ, ഏച്ചൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എം പത്മനാഭൻ, സംഘാടക സമിതി കൺവീനർ പി ലജീഷ്, അംഗനവാടി വർക്കർ എ ഷീബ എന്നിവർ സംസാരിച്ചു. തുടർന്ന് നടന്ന കലാവിരുന്നിൽ അംഗനവാടി കുട്ടികളും പൂർവ്വ വിദ്യാർത്ഥികളും നാട്ടുകാരും അണിചേർന്നു. ചൊവ്വ തൊഴിലാളി യുവജന വായനശാല ആൻഡ് ഗ്രന്ഥാലയം ഉരുവച്ചാലിന്റെയും വെത്തിലപ്പള്ളി ഡിവിഷൻ 41ന്റെയും ആഭിമുഖ്യത്തിൽ MBBS പരീക്ഷയിൽ ഫസ്റ്റ് ക്ലാസും SSLC +2 പരീക്ഷകളിൽ മുഴുവൻ A+ കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. കണ്ണൂർ കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു ഇളയവർ ഉദ്ഘാടനം ചെയ്തു. എനിക്ക് ഈ വായനശാലയിൽ പ്രത്യേകിച്ചും വലിയ വായനശാലയുടെ പേര് തന്നെ ഒരു പ്രത്യേക പേരാണ്. പൊതുവെ കേട്ടുകേൾവിയില്ലാത്ത ഒരു പേരാണ് ഈ വായനശാല. തൊഴിലാളി യുവജന വായനശാല, അതെ ഗ്രന്ഥാലയം എന്നും പേരിട്ടു. ആരാണ് ആ പേരിട്ടത് എന്ന് എനിക്കറിയില്ല. പക്ഷെ വളരെ കാലികമായ മൗലികമായ പ്രസക്തിയുള്ള 2 അടയാളപ്പെടുത്തലുകളാണ്. ഒന്ന് തൊഴിലാളി എന്നും മറ്റൊന്ന് യുവജനങ്ങൾ. സമൂഹത്തിൻ്റെ രക്തചംക്രമണം നടത്തുന്നത് ഒരുപക്ഷെ യുവാക്കളായി. അതുപോലെ തന്നെയാണ് തൊഴിലാളികൾ. അവരെ മുന്നിൽ കണ്ട് അവർക്ക് വേണ്ടി ഒരു വായനശാല എന്ന നിലയിൽ പ്രത്യേകിച്ചും
നഗരത്തിൻ്റെ ഒരു പ്രാന്ത പ്രദേശത്തുള്ള ഇവിടെ വർഷങ്ങളായി ഗംഭീരമായി ഈ പുസ്തകാലങ്കൃതമായ ലൈബ്രറിയുമായി നിങ്ങൾ പോകുന്നു എന്നുള്ളത് തീർച്ചയായും വലിയ വലിയ സന്തോഷമാണ്. അതുകൊണ്ട് എക്സലൻസി അവാർഡ് ആൻഡ് കരിയർ ഗൈഡൻസ് 2024 എന്ന പരിപാടിയിൽ ചൊവ്വ തൊഴിലാളി യുവജന വായനശാല പ്രസിഡന്റ് രത്നാകരൻ അധ്യക്ഷത വഹിച്ചു. ഡിവിഷൻ കൗൺസിലർ CH അസീമ, കോർപ്പറേറ്റീവ് അർബൻ ബാങ്ക് ഡയറക്ടർ PK വിനോദ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. സ്കൂൾ കൗൺസിലർ കവിതയുടെ നേതൃത്വത്തിലായിരുന്നു കരിയർ ഗൈഡൻസ് ക്ലാസ് നടന്നത്. ചടങ്ങിൽ MBBS പരീക്ഷയിൽ ഫസ്റ്റ് ക്ലാസ് നേടിയ അമൽജിത്തിനെ അനുമോദിച്ചു. SSLC +2 പരീക്ഷകളിലെ വിദ്യാർത്ഥികളും അനുമോദനം ഏറ്റുവാങ്ങി. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. കുടുംബശ്രീ ജില്ലാ മിഷൻ കണ്ണൂർ ക്ലസ്റ്റർ തലം അരങ്ങ് മുഴപ്പിലങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സമാപിച്ചു. KV ബിജു സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് T സരള നിർവഹിച്ചു. മുഴപ്പിലങ്ങാട് പ്രസിഡന്റ് T സജിത അധ്യക്ഷത വഹിച്ചു. പെർലശ്ശേരി പ്രസിഡന്റ് ഷീബ AV, മുഴപ്പിലങ്ങാട് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീബ K, മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം ശോഭ K, മുഴപ്പിലങ്ങാട് CDS ചെയർപേഴ്സൺ നിമിഷ KV, വിനേഷ് P തുടങ്ങിയവർ സംസാരിച്ചു. സമ്മാനദാനം അഞ്ചരക്കണ്ടി പ്രസിഡന്റ് ലോഹിതാക്ഷൻ KP നിർവഹിച്ചു. മുഴപ്പിലങ്ങാട് വൈസ് പ്രസിഡന്റ് വിജേഷ് C അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം കോങ്കി രവീന്ദ്രൻ, വളപട്ടണം പ്രസിഡന്റ് ഷമീമ PP, ജില്ലാ പ്രോഗ്രാം മാനേജർ ജുബിൻ, ഗീത P എന്നിവർ സംസാരിച്ചു. 49 മത്സര ഇനങ്ങളിലായി 500 കലാകാരികൾ മാറ്റുരച്ചു. കുടുംബശ്രീ അയൽക്കൂട്ട വിഭാഗങ്ങളിലായാണ് മത്സരം നടന്നത്. 23, 24 തീയതികളിലായി നടന്ന മത്സരത്തിൽ 132 പോയിന്റുമായി കണ്ണൂർ കോർപ്പറേഷൻ ജേതാക്കളായി. 91 പോയിന്റുമായി മുഴപ്പിലങ്ങാട് CDS 2ാം സ്ഥാനവും 70 പോയിന്റുമായി പെർലശ്ശേരി CDS 3ാം സ്ഥാനവും നേടി. ക്ലസ്റ്റർ തല മത്സര വിജയികൾ 28, 29 തീയതി നടക്കുന്ന ജില്ലാതല മത്സരത്തിൽ മാറ്റുരക്കും. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഭാരത സർക്കാർ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന യോഗാസന ഭാരതിന്റെ കണ്ണൂർ ജില്ലാ ഘടകം രൂപീകരണം നടന്നു. ഗുരുഭവനിൽ നഗരസഭാ ചെയർമാൻ മുസ്ലിം മഠത്തിൽ ഉദ്ഘാടനം ചെയ്തു. ഉന്നതിയെത്തിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായ യോഗയുടെ കാര്യങ്ങളെന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. ഇന്ന് ആധുനിക വൈദ്യശാസ്ത്രത്തിൽ ഒരുപാട് സംഭാവനകൾ യോഗയുടെ നൽകപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ യോഗയിൽ കേന്ദ്ര ഗവൺമെൻറ് അതുപോലെ സംസ്ഥാന ഗവൺമെൻറ് യോഗയെ പരിപോഷിപ്പിക്കുകയും നമുക്കറിയാം നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോലും യോഗ പഠിപ്പിക്കാൻ അതിന് പ്രത്യേകം നമ്മുടെ സിലബസിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ തദ്ദേശ സ്ഥാപനങ്ങളുടെ രീതിയിൽ നമ്മളും ഒക്കെ വെൽനസ് സെൻ്ററുകൾ ആയുഷ് പദ്ധതിയുടെ ഭാഗമായി ഡിസ്പെൻസറികൾ, ഹോമിയോ ഡിസ്പെൻസറികളിലൊക്കെ യോഗ ക്ലാസ്സുകൾ യോഗാചാര്യന്മാരെ എടുത്ത് തദ്ദേശ സ്ഥാപന കോർപ്പറേഷന് 3 യോഗാചാര്യന്മാരുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ ഇന്ന് എല്ലാം തിരക്കായി പോയ കാലഘട്ടത്തിൽ നമുക്ക് നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ സംഘർഷഭരിതമായ നമ്മുടെ മനസ്സ് കൊണ്ടുനടക്കുന്ന ഈ സാഹചര്യത്തിൽ ഇതിനെല്ലാം നിയന്ത്രിക്കാൻ തീർത്തും യോഗയിലൂടെ സാധിക്കും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. യോഗാസന കണ്ണൂർ പ്രസിഡന്റ് ബിജു കാരായി അധ്യക്ഷത വഹിച്ചു. യോഗാസന കേരള പ്രസിഡന്റ് കൈതപ്രം വാസുദേവൻ നമ്പൂതിരി വിശിഷ്ടാതിഥിയും യോഗാസന കേരളയുടെ സെക്രട്ടറി ഷമിൽ മോൻ കലങ്ങാട് മുഖ്യ അതിഥിയുമായി. ദേശീയ യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് ചാമ്പ്യൻഷിപ്പ് നേടിയ യോഗാസന കണ്ണൂർ പ്രസിഡന്റ് ബിജു കാരായിക്കുള്ള അനുമോദനവും SSLC +2 ഉന്നത വിജയികൾക്കുള്ള ആദരവും മേയർ നിർവഹിച്ചു. യോഗാസന കേരള ട്രഷറർ വേലപ്പൻ നായർ, പയ്യന്നൂർ കോളേജ് അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ TK ജയരാജ്, ബേബിലാൽ, ജ്യോതിഷ് വയനാട്, രജിത രാജേന്ദ്രൻ, സജിത പുതിയാണ്ടി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. വീണ്ടും ഇടവേളക്കുമ്പായി പ്രധാന വാർത്തകൾ വീണ്ടും.
കക്കാട് അയൽവാസിയെ അടിച്ചു കൊന്നു. അച്ഛനും മക്കളും അറസ്റ്റിൽ. കൊല്ലപ്പെട്ടത് നമ്പ്യാർമുട്ട സ്വദേശി അജയകുമാർ. കൊലപാതകം മലിനജലം ഒഴുക്കിവിട്ടതുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ. മൊറാഴിയിൽ വീട്ടിൽ കവർച്ച. 10 പവൻ സ്വർണവും 15,000 രൂപയും കവർന്നു. മോഷണം വീട്ടിൽ ആൾ താമസമില്ലാതിരുന്ന സമയത്ത്. ജില്ലയിൽ ഈ മാസം നടക്കുന്ന 3ാമത്തെ കവർച്ചാ കേസ്. ആറളത്ത് വീണ്ടും കാട്ടാനകൾ. പ്രദേശവാസികൾ ആശങ്കയിൽ. വനപാലകർ ആനകളെ ഫാമിലേക്ക് തുരത്തി. ഇവിടെ ആനകളെത്തുന്നത് ഈ വർഷം 2ാം തവണ. കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിങ് ആൻഡ് കോസ്മെറ്റോളജി കോളേജ് GITDയിൽ SSLC+2 കഴിഞ്ഞവർക്ക് ഉടൻ ജോലി ലഭിക്കുന്ന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ്, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ്. കോസ്മെറ്റോളജി രംഗത്ത് ഏറ്റവും മികവുറ്റ കോഴ്സുകളുമായി GITD 17ാം വർഷത്തിലേക്ക്. 100% പ്രാക്ടിക്കൽ ഓറിയന്റഡ് ട്രെയിനിങ്, ഏറ്റവും പുതിയ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള പഠനം, പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പരിശീലനം, മിതമായ ഫീസ്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ്. എല്ലാ വർഷവും നടന്നുവരുന്ന ഡിസൈനർ ഷോ GITDയുടെ മാത്രം പ്രത്യേകതയാണ്. GITD വനിതകളുടെ വിജയത്തിന്റെ വഴികാട്ടി. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഷോറൂം, 5 നിലകൾ, 10,000 സ്ക്വയർ ഫീറ്റ് പാർക്കിംഗ്. മൈജി ഫ്യൂച്ചർ കണ്ണൂർ താണയിൽ. ഹോം അപ്ലയൻസ്, ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ, കിച്ചൺ അപ്ലയൻസ് എന്നിവയുടെ കണ്ണു തള്ളുന്ന കളക്ഷൻ. കണ്ണു തള്ളുന്ന വിലക്കുറവിലും ഓഫറുകളിലും. കണ്ണു തള്ളുന്ന ഷോപ്പിംഗ് എക്സ്പീരിയൻസുമായി മൈജിയുടെ ബിഗ്ഗസ്റ്റ് ഫ്യൂച്ചർ ഷോറൂം കണ്ണൂർ താണയിൽ. നമ്മുടെ കണ്ണൂരിന്റെ ഫ്യൂച്ചർ ഇനി വേറൊരു റേഞ്ച് ആവുകയാണ്. ഹോം അപ്ലയൻസസിന്റെയും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിന്റെയും ഇതുവരെ കാണാത്ത കളക്ഷനുമായി മൈജി ഫ്യൂച്ചർ ഇപ്പോൾ കണ്ണൂർ താണയിൽ. കണ്ണൂരിന്റെ കണ്ണു തള്ളും. ആഘോഷങ്ങൾ എന്നും ഓർമ്മിക്കപ്പെടേണ്ടവയാണ്. അതിനെ മനോഹരമാക്കാൻ ലോകം അംഗീകരിച്ച റെസ്പോൺസിബിൾ ജ്വല്ലറായ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന സ്വർണ്ണ വിസ്മയം. വരൂ, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നേതാജി റോഡ് ഷോറൂമിൽ നിന്നും ന്യൂ ബസ് സ്റ്റാൻഡ് താവക്കരയിലെ നവീകരിച്ച ഈ സ്വർണ്ണ ശേഖരത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ലോകോത്തര നിലവാരമുള്ള ഷോപ്പിംഗ് അനുഭവത്തിനൊപ്പം 2% മുതൽ മേക്കിംഗ് ചാർജിൽ തുടങ്ങുന്ന ആഭരണങ്ങളുടെ ഏറ്റവും വലിയ നിര. കൂടാതെ മനസ്സിനിണങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ ലളിതമായ തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കാൻ ഗോൾഡൻ ബ്ലൂം, ഗോൾഡൻ ഗ്ലോ സ്കീമുകൾക്കൊപ്പം വിലയുടെ വെറും 3% മാത്രം നൽകി അഡ്വാൻസ് ബുക്ക് ചെയ്യാനുള്ള സൗകര്യമൊരുക്കി എല്ലാ ഞായറാഴ്ചകളിലും നിങ്ങൾക്കായി തുറന്നു പ്രവർത്തിക്കുന്നു മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. വാർത്തകൾ തുടരുന്നു. ഇരിട്ടി പ്രദേശവാസികളിൽ ആശങ്കയുണർത്തി ആറളം പാലത്തിന് സമീപം വീണ്ടും കാട്ടാനകളെത്തി. കഴിഞ്ഞ മാർച്ചിൽ 2 കാട്ടാനകൾ ഇവിടെ എത്തി ഭീതി വിതച്ചിരുന്നു. അന്ന് ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് വനപാലകർ ആനകളെ ഇവിടെ നിന്നും തുരത്തി ആറളം ഫാം മേഖലയിലേക്ക് കയറ്റിവിട്ടത്. ഞായറാഴ്ച രാവിലെ 3 ആനകളെയാണ് മേഖലയിൽ എത്തിയതായി നാട്ടുകാർ കണ്ടെത്തിയത്. ഇതിൽ 2 എണ്ണം തിരിച്ചുപോയെങ്കിലും 1 അവിടെ തന്നെ നിലയുറപ്പിച്ചു. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് വനപാലകരെത്തി പരിശോധന നടത്തുന്നതിനിടെ കൂട്ടം തെറ്റിയ ആന ജനവാസ മേഖലയായ കപ്പുംകടവിലേക്ക് കടന്നു. ഒടുവിൽ 11 മണിയോടെ ആറളം മുഴക്കുന്ന് പോലീസിന്റെ സഹായത്തോടെ റോഡിന്റെ ഇരുഭാഗത്തും വാഹന നിയന്ത്രണം ഏർപ്പെടുത്തി. ആറളം വൈൽഡ് ലൈഫ് വാർഡൻ G പ്രദീപ്, ഡെപ്യൂട്ടി റേഞ്ചർ
കെ ജിജിൽ എന്നിവരുടെ നേതൃത്വത്തിലുള്ള വനപാലക സംഘം ആനയെ പുഴ കടത്തി ആറളം ഫാം മേഖലയിലേക്ക് കടത്തിവിട്ടു. ഈ വർഷം ഇത് 2ാം തവണയാണ് കാട്ടാനകൾ ആറളം ഫാം മേഖലയിൽ നിന്നും ആറളം പാലത്തിന് സമീപം എത്തുന്നത്. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഓൾ കേരള ബാങ്ക് റിട്ടേഴ്സ് ഫെഡറേഷൻ സ്ഥാപക നേതാവ് VB ഷെണായിയുടെ സ്മരണാർത്ഥം ഓൾ കേരള ബാങ്ക് റിട്ടേഴ്സ് കൾച്ചറൽ അസോസിയേഷൻ ബാല ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചു. മഹാത്മാ മന്ദിരത്തിൽ നടന്ന പരിപാടി ആർട്ടിസ്റ്റ് ശശികല ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ AC മാധവൻ അധ്യക്ഷത വഹിച്ചു. രാമകൃഷ്ണൻ കണ്ണാം, GV ശരത്ചന്ദ്രൻ, KP രാഘവൻ, C ഉമാപതി, K ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. വാട്ടർ കളർ വിഭാഗത്തിൽ വേദതീർത്ത് ബിനീഷ് 1ാം സ്ഥാനവും കിഷൻ ദേവ് 2ാം സ്ഥാനവും ലക്ഷ്മി R ലഷിൻ 3ാം സ്ഥാനവും നേടി. ക്രയോൺസ് വിഭാഗത്തിൽ നൈതിക സന്തോഷ് 1ാം സ്ഥാനവും നേവൻ അജന്ത് 2ാം സ്ഥാനവും നൈതിക് സന്തോഷ് 3ാം സ്ഥാനവും നേടി. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഇമോജികളിലൂടെ സംസാരിക്കുന്ന വർത്തമാനകാലത്ത് ഭാഷയുടെ തനത് സൗന്ദര്യത്തെ ആവിഷ്കരിച്ച നോവലാണ് സുജിത് ഭാസ്കർ രചിച്ച ജലസ്മാരകമെന്ന് പ്രശസ്ത എഴുത്തുകാരൻ CB ബാലകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു. മനോരമ ബുക്സ് പ്രസിദ്ധീകരിച്ച നോവൽ ജലസ്മാരകത്തിന്റെ പ്രകാശനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഭാഷയെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമകരമായിട്ടുള്ള ദൗത്യമാണ് ഈ നോവൽ നിർവഹിക്കുന്നതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. നമ്മുടെ ലോക സാഹിത്യത്തിലെ അമൂല്യമായിട്ടുള്ള ഒരു കൃതി ഉണ്ടായി. അത് ഇത്രയേറെ നൂറ്റാണ്ടുകൾക്ക് ശേഷവും അതിന്റെ പ്രൗഢിയോടുകൂടി നിലകൊള്ളുകയും ചെയ്യുന്നു. ഇവിടെ സൂചിപ്പിച്ചതുപോലെ സുജിത്ത് ഒരു പത്രപ്രവർത്തകനാണ്. ഈ പത്രപ്രവർത്തകന്റേതാണ് ലോകത്തിലെ ഏറ്റവും നല്ല ജോലി എന്ന് പറഞ്ഞിട്ടുള്ളത് ഗബ്രിയേൽ ഗാർഷിയ മാർക്വസ് ആണ്. അദ്ദേഹം ഒരു പത്രപ്രവർത്തകനായി. അദ്ദേഹത്തിന്റെ ഈ ഗാർഷിയ മാർക്വസിന്റെ ഒരു പ്രസംഗങ്ങളുടെ ഒരു സമാഹാരം ഞാൻ ഈയിടെ വായിക്കുകയുണ്ടായി ഇംഗ്ലീഷിൽ. അതിന്റെ പേര് വളരെ കൗതുകമാണ്. ഐ ആം നോട്ട് ഹിയർ ടു ഗിവ് എ സ്പീച്ച് എന്നാണ് അതിന്റെ പേര്. ഞാനിവിടെ വന്നത് പ്രസംഗിക്കാനല്ല എന്നാണ് പുസ്തകത്തിന്റെ പേര്. ആ പുസ്തകത്തിലുള്ളത് മുഴുവനും പല സന്ദർഭങ്ങളിലായിട്ട് മാർക്വസ് നടത്തിയിട്ടുള്ള പ്രസംഗങ്ങളാണ്. TI മധുസൂദനൻ MLA അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ശബ്ദകലാകാരൻ കരിവള്ളൂർ രാജൻ പുസ്തകം ഏറ്റുവാങ്ങി. കേരള കൗമുദി യൂണിറ്റ് ചീഫ് OC മോഹൻരാജ്, C നാരായണൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. നോവലിസ്റ്റ് സുജിത് ഭാസ്കർ മറുമൊഴി രേഖപ്പെടുത്തി. KV സുരഭി സ്വാഗതവും K രാഗേഷ് നന്ദിയും പറഞ്ഞു. പുസ്തകശാലകളുടെ ഒരു പ്രദേശമുണ്ട് കേരളത്തിൽ. അത്രയും വേറെ എവിടെയുണ്ട് എന്ന് നമ്മൾ പരതി നോക്കേണ്ടത് ഘട്ടമാണ്. CVF ഉള്ളവരോട് ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ എത്ര പതിപ്പായി എന്നതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. വളരെ ഒരർത്ഥത്തിൽ ആർത്തിയോടുകൂടി നമ്മൾ വായിച്ചു വന്നിട്ടുള്ള ഒരു പുസ്തകമാലയിൽ പെടുന്ന പുസ്തകമാണ്. CV ഉൾപ്പെടെയുള്ള എഴുത്തുകാരുടെ പുസ്തകത്തെ തിരുത്തി അതിനെ പർവ്വതീകരിച്ച് പറയുക എന്നുള്ള അർത്ഥത്തിലല്ല അത് എടുക്കണം. പക്ഷെ ആർക്കും പുസ്തകം പ്രസിദ്ധീകരിക്കാം. ആർക്കും ഗ്രന്ഥത്തിന്റെ ആളാണ്. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. CPM സൗത്ത് സെൻട്രൽ ബ്രാഞ്ചിന്റെയും സൗത്ത് C ബ്രാഞ്ചിന്റെയും ആഭിമുഖ്യത്തിൽ SSLC +2 പരീക്ഷയിൽ മുഴുവൻ വിഷയത്തിലും A+ നേടിയ വിദ്യാർത്ഥികൾക്കും ഉപരിപഠനത്തിന് അർഹത നേടിയ വിദ്യാർത്ഥികൾക്കും അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. എളയാവൂർ സൗത്ത് LP സ്കൂളിൽ നടന്ന പരിപാടി CPM എടക്കാട് ഏരിയ കമ്മിറ്റി അംഗം മഹേഷ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ആ ഒരു ചോദ്യത്തിനാണ് നമ്മൾ ഉത്തരം കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് നിങ്ങളുടെ SSLCയുടെ വിവിധ വിഷയങ്ങളിൽ നിങ്ങൾക്ക് ഫുൾ A+ കിട്ടിയിട്ടുണ്ടാവാം. നിങ്ങൾക്ക് വലിയ മാർക്കുകൾ നിങ്ങൾക്ക് കരസ്ഥമാക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടാവാം. പക്ഷെ ജീവിതം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട് ഇവിടെ. നമ്മളെല്ലാവരും ഒന്നിച്ച് ജീവിക്കുന്ന ഒരു സമൂഹമുണ്ട്, ലോകമുണ്ട് ഇവിടെ. നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമിയുണ്ട് ഇവിടെ. അതിനെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളിലും ഞാൻ പങ്കെടുക്കുന്നുവെങ്കിൽ, എൻ്റെ പങ്ക് അങ്ങനെ ഉണ്ട് എങ്കിൽ
എൻ്റെ ഭൂമിയെ നോവിക്കുന്ന ഒരു കാര്യത്തിൽ ഞാനും പങ്കുകൊള്ളുന്നുവെങ്കിൽ പിന്നെ എൻ്റെ വിജയം കൊണ്ട് എന്ത് കാര്യം? ഒരു കാര്യമില്ല. ഈ മോള് പറഞ്ഞതുപോലെ ഞാൻ തിന്ന സാധനം അതിന്റെ പൊടിയെല്ലാം തട്ടിക്കളഞ്ഞിട്ട് മടക്കി ബാഗിൽ വെക്കാൻ ഒരു പ്രയാസമില്ല. പ്രയാസമുണ്ടാ? അത് വലിയ വെയിറ്റുള്ള ഒരു സാധനം അല്ലല്ലോ. അത് മടക്കി നമ്മുടെ ബാഗിൽ വെക്കാം, അല്ലെ കീശയിൽ വെക്കാം. അപ്പൊ നമുക്ക് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളോട് പറയാൻ കാരണം, എല്ലാ വിഷയങ്ങളിലും A+ വാങ്ങി ഉന്നത വിജയം കൈവരിക്കുമ്പോഴും സാമൂഹിക വിഷയങ്ങളിലുള്ള ഇടപെടലുകളാണ് ഓരോരുത്തരുടെയും ജീവിത വിജയം തീരുമാനിക്കുന്നത്. പ്രകൃതിക്ക് ദോഷകരമായ രീതിയിൽ പ്രവർത്തിക്കുന്നവർ എങ്ങനെ നമ്മുടെ ജീവിത വിജയം കൈവരിച്ചു എന്ന് പറയാൻ പറ്റുമെന്ന് മഹേഷ് മാസ്റ്റർ ചോദിച്ചു. പാഴ്വസ്തുക്കൾ നമ്മുടെ കുട്ടികളെങ്കിലും വലിച്ചെറിയാതിരിക്കുക. കോർപ്പറേഷൻ എല്ലാ പാഴ്വസ്തുക്കളും ശേഖരിക്കുന്നുണ്ട്, അവരെ ഏൽപ്പിക്കാൻ ശ്രമിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. റെനിൽ PP അധ്യക്ഷത വഹിച്ചു. K ബഷീർ, സുരേഷ് ബാബു, ദിലീപ് തുടങ്ങിയവർ സംസാരിച്ചു. കൗൺസിലർ ധനേഷ് സമ്മാനദാനം നിർവഹിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള NGO യൂണിയന്റെ നേതൃത്വത്തിൽ കണ്ണൂർ കളക്ടറേറ്റ് മുന്നിൽ ധർണ നടത്തി. NGO യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KP സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. കാഷ്വൽ സ്വീപ്പർമാരുടെ ഇടയിൽ നിന്ന് കുറച്ചുപേർ കോടതിയുടെ വിധി സമ്പാദിക്കുകയാണ്. ആ വിധി സമ്പാദിച്ച് അവർ അവിടെ അവരുടെ ജോലിയിൽ തുടരുന്നു. എത്ര അനിശ്ചിതത്വമാണ് ആ മേഖലയിലേക്ക് വന്നതെന്ന് നോക്കുക. ഒരു വിഭാഗം വർഷങ്ങളായി ജോലി ചെയ്തു, അവരെ പിരിച്ചുവിടപ്പെട്ട് പുറത്തുപോയി. അതേ വിഭാഗത്തിലുള്ളവർ കോടതിയെ സമീപിച്ച് കുറച്ചുപേർ തുടർച്ചാനുമതി നേടുന്നു. പിരിച്ചുവിട്ടവർക്ക് പകരം പുതുതായി കുടുംബശ്രീ സംവിധാനം വഴി ആളെ വെക്കുന്നു. ഇത്തരത്തിലേക്ക് ഒരു അരക്ഷിതമായ അവസ്ഥയിലേക്ക് കാഷ്വൽ സ്വീപ്പർ മേഖല മാറുകയാണ്. എല്ലാ കാഷ്വൽ സ്വീപ്പർമാരെയും പാർട്ട് ടൈം ജീവനക്കാരാക്കുക. സ്ഥാപന ക്രമീകരണത്തിന്റെ ഭാഗമായി പുറത്താവുന്ന കാഷ്വൽ സ്വീപ്പർമാരുടെ തൊഴിൽ സംരക്ഷണം ഉറപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിന് മുമ്പിലും ജില്ലാ കേന്ദ്രങ്ങളിലും നടന്ന ധർണയുടെ ഭാഗമായാണ് കണ്ണൂരിലും ധർണ നടത്തിയത്. PP സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. A രതീശൻ, KV മനോജ് കുമാർ, K രഞ്ജിത്ത്, TV പ്രജീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ബാലസംഘം വലിയന്നൂർ വില്ലേജ് കമ്മിറ്റി രൂപീകരിച്ച തളിർക്കൂട്ടം കലാട്രൂപ്പ് CPM അഞ്ചരക്കണ്ടി ഏരിയ കമ്മിറ്റി അംഗവും വലിയന്നൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുമായ P കുട്ടികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വലിയന്നൂർ വില്ലേജ് സമ്മേളനം ബാലസംഘം സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ഹാഫിസ് നൌഷാദും ഉദ്ഘാടനം ചെയ്തു. ബാലസംഘം ജില്ലാ കമ്മിറ്റി അംഗം അഞ്ചരക്കണ്ടി ഏരിയ പ്രസിഡന്റ് അനാമിക, ഏരിയ സെക്രട്ടറി നന്ദജ് ബാബു, ഏരിയ കമ്മിറ്റി അംഗം ഹൃദ്യ, ഏരിയ കൺവീനർ നിജിൻ S എന്നിവർ പങ്കെടുത്തു. സമ്മേളനം 25 കമ്മിറ്റിയെ തിരഞ്ഞെടുത്തു. സെക്രട്ടറിയായി ശലഭയും പ്രസിഡന്റായി അലിൻ രാജ്, കൺവീനറായി MP ശശിധരൻ എന്നിവരെയുമാണ് തിരഞ്ഞെടുത്തത്. സമ്മേളനത്തിന് ശേഷം ക്യാമ്പും വിവിധ കലാപരിപാടികളും അരങ്ങേറി. മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ 60ാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തി. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജിന്റെ നേതൃത്വത്തിൽ നേതാക്കളായ പ്രൊഫസർ AD മുസ്തഫ, TO മോഹനൻ, VV പുരുഷോത്തമൻ, സുരേഷ് ബാബു എളിയാവൂർ, T ജയകൃഷ്ണൻ, ശ്രീജ മഠത്തിൽ, കൂക്കരി രാജേഷ്, CT ഗിരിജ, ഷിബിൻ K തുടങ്ങിയവർ പങ്കെടുത്തു. സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 6640, പവന് 53,120 രൂപ, വെള്ളി 97 രൂപ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കക്കാട് അയൽവാസിയെ അടിച്ചുകൊന്നു, അച്ഛനും മക്കളും അറസ്റ്റിൽ. കൊല്ലപ്പെട്ടത് നമ്പ്യാർമുട്ട സ്വദേശി അജയകുമാർ. കൊലപാതകം മലിനജലം ഒഴുക്കിവിട്ടതുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ. മൊറാഴിയിൽ വീട്ടിൽ കവർച്ച, 10 പവൻ സ്വർണവും 15,000 രൂപയും കവർന്നു. മോഷണം വീട്ടിൽ ആൾ താമസമില്ലാതിരുന്ന സമയത്ത്. ജില്ലയിൽ ഈ മാസം നടക്കുന്ന 3ാമത്തെ കവർച്ചാ കേസ്. ആറളത്ത് വീണ്ടും കാട്ടാനകൾ, പ്രദേശവാസികൾ ആശങ്കയിൽ. വനപാലകർത്തി ആനകളെ ഫാമിലേക്ക് തുരത്തി. ഇവിടെ ആനകളെത്തുന്നത് ഈ വർഷം 2ാം തവണ. വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.